നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആലത്തൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മോഷണം. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് മോഷണം നടന്നത്. മോഷ്ടാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. ലീഗിൽ ചേർന്ന അഡ്വക്കേറ്റ് PP റൌഫ് നീതി പുലർത്തിയില്ലെന്ന് CPM. സംസ്ഥാനത്ത് പ്രതിദിന പരിശോധനയിലും രോഗികളുടെ എണ്ണവും കുറഞ്ഞു. 8037 പേർക്ക് രോഗബാധ. പരിശോധിച്ചത് 80,134 സാമ്പിളുകൾ. DPR 10.3%. 102 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. 11,346 പേർ രോഗമുക്തരായി. മലപ്പുറം ജില്ലയിൽ 894 പേർക്ക് രോഗബാധ. DPR 11.18%. 1188 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 1217. വിശദമായ വാർത്തകളിലേക്ക്. ആലത്തൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മോഷണം. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് മോഷണം നടന്നത്. മോഷ്ടാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. ആലത്തൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിന്റെ ഫാബ്രിക്കേഷൻ വർക്കിനായി തൊഴിലാളി വൈകിട്ട് 3 മണിക്ക് ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് ക്ഷേത്രത്തിനകത്ത് അപരിചിതനെ കണ്ടത്. ഉടൻ തന്നെ ഇയാൾ ക്ഷേത്രമതിൽ ചാടിക്കടന്ന് രക്ഷപ്പെടുകയായിരുന്നു. മോഷ്ടാവിന്റെ ഫോട്ടോ മൊബൈലിൽ പകർത്തിയത് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റിന് കൈമാറിയതോടെ മോഷ്ടാവിന്റെ പടം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചു. 1 മണിക്കൂറിനകം തന്നെ ഇയാളെ ആലത്തൂർ ഗരുഡൻകാവ് ക്ഷേത്ര പരിസരത്ത് നിന്നും നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. കാലത്ത് 9:30 നടടച്ചു പോയതായിരുന്നു. അതിനുശേഷം നമ്മളൊരു ഇൻഡസ്ട്രിയൽ വർക്കിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗണേശ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ അടുത്ത്. ആ പുള്ളിയോട് വന്ന് നോക്കിയ സമയത്ത് ഒരാൾ അവിടെ ഇരുന്നിട്ട് എന്തോ ചെയ്യുന്നുണ്ട് അകത്ത്, അടച്ചിട്ട് ഓഫീസിൻ്റെ അകത്ത്. ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനിവിടുത്തെ കണക്കപ്പള്ളിയാണ്, കണക്ക് നോക്കുന്ന ആളാണെന്ന് പറഞ്ഞു. ഇയാൾ എന്താണെന്ന് അറിയാൻ വേണ്ടി കൂടുതൽ അടുത്തേക്ക് പോയപ്പം ആളിറങ്ങി മതിലാടി പോവുകയും ചെയ്തു. അതിനുശേഷം വിളിച്ചു വരുത്തി കമ്മിറ്റിക്കാരെല്ലാവരും പരസ്പരം വാട്സപ്പ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് ആളെ കുറച്ചപ്പുറത്ത് തന്നെ പിടിക്കേണ്ടായി. അത് കഴിഞ്ഞ് അവർ വന്ന് ഓഫീസ് പരിശോധിച്ചു. അതിനുശേഷം വന്നു ശ്രീകോവിലും പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ അകത്ത് നോക്കി. അതിൻ്റെ അകത്ത് മറ്റുള്ള പരിപാടിപ്പുള്ള ഒരു വലിയ വസ്തുക്കളൊന്നും ശ്രീകോവിലിനകത്ത് വെക്കാത്തതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ അല്ലാതെ ഭണ്ണാരത്തിൻ്റെ അകത്തുനിന്നും ഓഫീസിൻ്റെ അകത്തുനിന്നായിട്ട് ഏകദേശം ഒരു 10,70,000 രൂപയുടെ മുതൽ പോയിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. കാരണം സ്വർണത്തിൻ്റെ വേല്, പൊട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഓഫീസിനകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പുറമെ ഭണ്ണാരത്തിനകത്ത് ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് എടുക്കാത്ത പൈസ ഉണ്ടായിരുന്നു ഉത്സവം കഴിഞ്ഞതിന് ശേഷം. കൊല്ലം പുനലൂർ സ്വദേശി R. ആദിത്യനാണ് പിടിയിലായത്. ഭണ്ഡാരവും ശ്രീകോവിലും അലമാരയും കുത്തി തുറന്നിട്ടുണ്ട്. 70,000 രൂപയ്ക്ക് വില മതിക്കുന്ന സാധനങ്ങൾ നഷ്ടപ്പെട്ടതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. വസ്തുക്കൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തതാണ്. ഒരുപാട് സാധനങ്ങൾ ഞങ്ങളെ ക്ഷേത്രം പണി നടക്കുന്ന അവരുടെ സാധനങ്ങൾ ഒരുപാട് പോയിട്ടുണ്ട്. ഇതിന് മുന്നേ പുറത്തുനിന്ന് ഇതേമാതിരി ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. ഒരുപാട് സാധനങ്ങൾ പോയിട്ടുണ്ട്. പോയിട്ടുള്ളത് ഇവിടുത്തെ ഉപകരണം, ഇവിടെ ക്ഷേത്രത്തിൻ്റെ വർക്ക് നടക്കുന്ന മെഷീനറി സാധനങ്ങൾ ഒക്കെ അതേമാതിരി പിന്നെ പോയിട്ടുള്ള വർക്ക് നടത്തുന്ന ആൾക്കാരുടെ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട്. സംസ്ഥാന പോലീസിനകത്തെ തീവ്രവാദ സാന്നിധ്യത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് BJP പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. IS ഭീകരതയ്ക്കെതിരെ BJP തിരൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ ജനജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. സംസ്ഥാന പോലീസിനകത്തെ തീവ്രവാദ സാന്നിധ്യത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പോലീസിൽ തീവ്രവാദ ശക്തികളുടെ സ്വാധീനം LDF ഭരണകാലത്ത് വർദ്ധിച്ചു വരികയാണെന്നും BJP പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ പറഞ്ഞു. തിരൂരിൽ ISIS ഭീകരതയ്ക്കെതിരെ BJP മണ്ഡലം കമ്മിറ്റി നടത്തിയ ജനജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM-മായി തെരഞ്ഞെടുപ്പ് സഖ്യത്തിലേർപ്പെട്ട SDPI എന്ന് പറയുന്ന സംഘടന ISI-യുമായി ബന്ധമുള്ള സംഘടനയാണ്. ISI-യുമായി ബന്ധമുള്ള SDPI CPM-വുമായുള്ള ബന്ധമുള്ള സംഘടനയാണ്. അപ്പോൾ CPM-ഉം IS-ഉം തമ്മിൽ ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. CPM ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ടോ എന്ന സംശയത്തിൻ്റെ നിഴലിലാണ് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി. അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു, CPM എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയെ നിരീക്ഷിക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഭീകരവാദത്തോട് മൃദു സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഇത് സർക്കാരിന് ഭാവിയിൽ കനത്ത തിരിച്ചടി നൽകുമെന്നും മുന്നറിയിപ്പ് നൽകി. മണ്ഡലം പ്രസിഡന്റ് ശശി പരാരംഭത്ത് അധ്യക്ഷനായിരുന്നു. BJP ജില്ലാ സെക്രട്ടറി മനോജ് പാറശ്ശേരി, ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് സത്താർ ഹാജി കള്ളിയത്ത്, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ശശി കറുകേൽ, സുനിൽ പരിയാപുരം, സുബിത് കദളിയിൽ എന്നിവർ പ്രസംഗിച്ചു. C. ഷൺമുഖൻ, അനീഷ് കുറ്റിയിൽ, ജനാർദ്ദനൻ ചമ്പ്ര, ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. തീരദേശത്തു നിന്ന് മത്സ്യത്തൊഴിലാളികളെ ആട്ടിയോടിക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നതെന്ന് AITC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ പറഞ്ഞു. കൂട്ടായിൽ AITC സംഘടിപ്പിച്ച അവകാശ സംരക്ഷണ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള നരേന്ദ്രമോദി ഗവൺമെന്റ് മത്സ്യത്തൊഴിലാളികൾ കടലിറങ്ങാതിരിക്കാൻ വേണ്ടി പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയാണെന്നും ഇതിന്റെ ഭാഗമാണ് ബ്ലൂ എക്കണോമിക്സ് നയരേഖയെന്നും KP രാജേന്ദ്രൻ പറഞ്ഞു. ഈ കോവിഡ് കാലത്ത് പോലും മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു പദ്ധതിയും അനുവദിച്ചിട്ടില്ല.
കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നയമാണ് തുടരുന്നതെന്നും ഇതിനെതിരെ ശക്തമായ സമരമല്ലാതെ വേറെ മാർഗമില്ലെന്നും AITC സംഘടിപ്പിച്ച അവകാശ സംരക്ഷണ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KP രാജേന്ദ്രൻ പറഞ്ഞു. AITC സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം KN ഉദയൻ അധ്യക്ഷനായിരുന്നു. AK ജബ്ബാർ, ഹുസൈൻ ഇസ്പാടത്ത്, പ്രഭാകരൻ നടുവത്ത്, മോഹനൻ മംഗലം, ബേബി ശ്രീനിവാസൻ, സുബൈർ, PP അബ്ദുറഹ്മാൻ, ഹംസക്കോയ, അബ്ദുള്ളക്കുട്ടി, സലീം കൂട്ടായി, PP സലീം തുടങ്ങിയവർ സംസാരിച്ചു. റേഷൻ കാർഡ് തരംതിരിക്കൽ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് തിരൂർ താലൂക്ക് സിവിൽ സപ്ലൈ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണയും ജനകീയ പരാതി സമർപ്പണവും നടത്തി. കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. മുൻഗണനാ ലിസ്റ്റിൽ നിന്നും അനർഹരെ ഒഴിവാക്കാനെന്ന പേരിൽ സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് തിരിച്ചടിയാകുമെന്നതിനാൽ സർക്കാർ പുനഃപരിശോധനയ്ക്ക് തയ്യാറാകണമെന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ താലൂക്ക് സിവിൽ സപ്ലൈ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണയും ജനകീയ പരാതി സമർപ്പണവും നടത്തിയത്. കണ്ടെത്തുന്നത് ശരിയല്ല. യൂത്ത് ലീഗ് സിന്ദാബാദ്. കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ുമായി ബന്ധപ്പെട്ട് ആ സൗകര്യങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നവർ പോലും നിത്യജീവിതത്തിന് നരകയാതന അനുഭവിക്കുന്നവരായി കാണാൻ നമുക്ക് സാധിക്കും. ഉദാഹരണം, 1000 സ്ക്വയർ ഫീറ്റിൽ ഒരു വീടുള്ളയാൾ, ഭർത്താവ് ഗൾഫിലോ അല്ലെങ്കിൽ നാട്ടിൽ വലിയ സൗകര്യങ്ങളോടുകൂടി ജീവിച്ച കാലത്തുണ്ടാക്കിയ ഒരു വീട്, മക്കൾ പോലും ഇല്ലാത്ത വിധവകൾ ഇന്ന് ആ വീട്ടിൽ താമസിക്കുന്നുവെങ്കിൽ ആ വിധവക്ക് അർഹതയില്ലെന്നാണോ ഭരണകൂടം പറയുന്നത്? ഇതേപോലെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ, ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രം കാര്യങ്ങൾ നോക്കിയാൽ കേരളത്തിലെ വലിയൊരു വിഭാഗം ജനതയെ പട്ടിണിയിലേക്ക് ആഴ്ന്നിറങ്ങാൻ കാരണമാകും സർക്കാരിൻ്റെ ഈ തീരുമാനങ്ങൾ എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ജില്ലാ യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് റഷീദ് മോയി അധ്യക്ഷനായിരുന്നു. യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ഫൈസൽ ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ഗൾഫിൽ പോയി എത്രയോ കാലം അധ്വാനിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ യുവത്വകാലം മുഴുവൻ, അധ്വാനകാലം മുഴുവൻ ഗൾഫിൽ പോയി സമ്പാദിച്ച് സുരുക്കൂട്ടിയ നാണയത്തൊട്ടുകൊണ്ടാണ് നമ്മുടെ തിരൂരിലെയും പരിസരത്തെയും വീടുകൾ, മേഞ്ഞ വീടുകൾ, മേഞ്ഞ വീടുകൾ വാർപ്പിലേക്ക്, കോൺക്രീറ്റിലേക്ക് മാറിയത്. അങ്ങനെ 50 വർഷം ഗൾഫിൽ പോയി അധ്വാനിച്ച് മറ്റൊന്നുമില്ലാതെ ഈ വീട്ടിനകത്ത് അടുപ്പ് പുകയണമെങ്കിൽ അവർക്ക് മറ്റു സംവിധാനങ്ങൾ ആലോചിക്കണം. പക്ഷേ നിങ്ങളുടെ വീട്ടിലിട്ട ടൈൽസും നിങ്ങളുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റും നിങ്ങൾക്ക് ഭക്ഷണം നിഷേധിക്കാൻ കാരണമാകുന്നു എന്ന് പറയുന്ന ഒരു ഗതികെട്ട ഭരണകൂടം, ഏറ്റവും ഭീകരമായ അർത്ഥത്തിലുള്ള ഒരു ഭരണകൂടം കേരളം ഭരിക്കുമ്പോഴാണ് മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇന്ന് സപ്ലൈ ഓഫീസിൻ്റെ മുമ്പിൽ സമരം നടത്തുന്നത്. ജില്ലാ യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് സലാം ആദവനാട്, ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി MP മജീദ്, നിയോജകമണ്ഡലം ഭാരവാഹികളായ AP സബാഹ്, KK റിയാസ്, VK ജലീൽ മാസ്റ്റർ, അഡ്വക്കേറ്റ് PP ഹമീദ്, ഷാജഹാൻ പൊന്മള, ജില്ലാ MSF വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കമറുസമാൻ മൂർക്കത്ത, CP ഇബ്രാഹിം ബാദുഷ, അഡ്വക്കേറ്റ് AK മുഹമ്മദ് മുസമിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. അഡ്വക്കേറ്റ് PP റൌഫ് നീതി പുലർത്തിയില്ലെന്ന് CPM. തനിക്ക് ലഭിച്ച സ്ഥാനം ഉപയോഗപ്പെടുത്തി പൊതുസമൂഹത്തെ സഹായിക്കുന്നതിന് പകരം സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനാണ് ശ്രമിച്ചതെന്നും CPM ആരോപിച്ചു. ഇടതുപക്ഷത്തെ താൽക്കാലികമായി സഹായിച്ചിരുന്നവർ വലതുപക്ഷത്തേക്ക് മാറിയതുകൊണ്ട് LDFന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയവും നിലവിലില്ലെന്ന് CPM താനൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ താനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതേസമയം യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങളാണ് തനിക്കെതിരെ ഉന്നയിക്കുന്നതെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും അഡ്വക്കേറ്റ് PP റൌഫും പ്രതികരിച്ചു. 2016 തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപക്ഷ സഹയാത്രികനായി എത്തിയ അഡ്വക്കേറ്റ് PP റൌഫിന് തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ അംഗീകാരമായി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആയി നിയമിക്കുകയുണ്ടായി. എന്നാൽ ഈ സ്ഥാനം ഉപയോഗപ്പെടുത്തി പൊതുസമൂഹത്തെ സഹായിക്കുന്നതിന് പകരം സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ വ്യക്തി താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തിയതെന്നും പല തവണ ഇക്കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അത് ഗൗനിക്കാത്ത നിലപാടായിരുന്നു സ്വീകരിച്ചതെന്നും CPM നേതാക്കൾ താനൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അബ്ദുറഹ്മാന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും തുടർന്ന് ഇങ്ങോട്ടുള്ള 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സഹയാത്രികനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റും കൊടുക്കാൻ കഴിയാവുന്ന ബഹുമാനവും മാന്യതയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഈ 2021 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരരംഗത്ത് വന്ന അബ്ദുറഹ്മാനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള രഹസ്യമായ പ്രവർത്തനം ഇദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി എന്നുള്ളതാണ് വസ്തുത.
എന്താണ് അതിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് എന്നതിനെ കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ CPM-നോ യാതൊരു അറിവുമില്ല എന്നുള്ളതാണ് വസ്തുത. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ വി അബ്ദുറഹ്മാനെ പരാജയപ്പെടുത്തുന്നതിന് വളരെ രഹസ്യമായി നീക്കങ്ങൾ നടത്തിയിരുന്നു. ഇക്കാര്യങ്ങൾ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള കാലങ്ങളിൽ CPM-ൽ നിന്നോ ഇടതുപക്ഷത്തിൽ നിന്നോ ഒന്നും പ്രതീക്ഷിക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയാണ് മുസ്ലിം ലീഗിനെ പുകഴ്ത്തി പറയാൻ തുടങ്ങിയതെന്നും നേതാക്കൾ പറഞ്ഞു. അദ്ദേഹം പറയുന്നത് ഈ 5 കൊല്ലക്കാലം താനൂർ നിയോജക മണ്ഡലത്തിനകത്ത് ഒരു വികസനവും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല പ്രസംഗങ്ങളും കഴിഞ്ഞകാല ഇടപെടലുകളും നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കും. വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ താനൂർ നിയോജക മണ്ഡലത്തിനകത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം തന്നെ പ്രസംഗിച്ചിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം പ്രശംസിച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഈ നിയോജക മണ്ഡലത്തിനകത്ത് UDF-ന്റെ MLA-മാരുടെ കാഴ്ചപ്പാട് നടപ്പിലാക്കുക മാത്രമാണ് വി അബ്ദുറഹ്മാൻ ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് മുസ്ലിം ലീഗ് അതുപോലെ തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനകത്ത് അവർ പറഞ്ഞ കാര്യങ്ങൾ ഈ നിയോജക മണ്ഡലത്തിനകത്ത് യാതൊരു വികസന പ്രവർത്തനം നടന്നിട്ടില്ല എന്നുള്ളതാണ്. അത് ജനം ആ തെരഞ്ഞെടുപ്പോടുകൂടി എഴുതി തള്ളിയ വിഷയമാണ്. ജനത്തിനറിയാം ഈ നിയോജക മണ്ഡലത്തിനകത്ത് കഴിഞ്ഞ 5 കൊല്ലക്കാലം നടപ്പിലായിട്ടുള്ള വികസന പ്രവർത്തനം എന്ത് എന്നത് ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. LDF-നൊപ്പം നിന്ന് കിട്ടാവുന്നതൊക്കെ നേടിയതിനു ശേഷം അടുത്ത സർക്കാർ UDF ആകുമെന്നും അവിടെ നിന്ന് കിട്ടാവുന്നത് വാങ്ങുക എന്ന ലക്ഷ്യത്തോടെയാണ് PP റൌഫ് പ്രവർത്തിച്ചതെന്നും നേതാക്കൾ ആരോപിച്ചു. 5 കൊല്ലക്കാലം ഗവൺമെന്റ് ലീഡറായിട്ട് ഇരുന്ന ഇദ്ദേഹത്തിന് അന്ന് തോന്നാത്ത കാര്യം ഈ അടുത്ത നാളുകളിൽ മാത്രമാണ് സച്ചാർ കമ്മീഷനെ പറ്റിയിട്ട് അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. ഗവൺമെന്റിന്റെ ഔദ്യോഗികമായ ഒരു സ്ഥാനത്തിരുന്ന ഒരാൾ ആ സച്ചാർ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അതാണ് ഇപ്പോൾ പ്രതിഷേധമായിട്ട് വന്നിട്ടുള്ളത്. സച്ചാർ കമ്മീഷൻ ഏത് കാലത്ത് വന്നതാണ്, അത് നടപ്പിലാക്കുന്ന ഏത് കാലത്താണ്, അതിന്റെ ഗവൺമെന്റ് കോടതിയുമായി ബന്ധപ്പെട്ടുള്ള വിധി എന്തൊക്കെയാണ് എന്നൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോ ഇപ്പുറത്ത് നിന്ന് നേടാനുള്ളത് നേടിക്കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോയി വീണ്ടും നേടുക. അദ്ദേഹത്തിന്റെ എന്താ പറയാ കുറച്ച് ദൃശ്യമാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ചില ഇതുണ്ട്, ക്ലിപ്പുകളുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെയും വി അബ്ദുറഹ്മാനെയും ആക്രമിക്കുന്ന 2016 ആക്രമിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ ഗുണ്ടായിസമാണ്, മുസ്ലിം ലീഗിന്റെ ഗുണ്ടകൾക്കെതിരായിട്ടാണ് ഞാൻ ഈ ഇടതുപക്ഷത്തേക്ക് വന്നത് എന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. ആ ഗുണ്ടാ സംഘത്തിലേക്ക് അദ്ദേഹം വീണ്ടും തിരിച്ചു പോകുന്നു. അതിന് വീണ്ടും അവർക്ക് ആവശ്യമായ പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം തിരിച്ചു പോകുന്നു എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. CPM താനൂർ ഏരിയ സെക്രട്ടറി KT ശശി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി അബ്ദുറസാഖ്, M അനിൽകുമാർ, താനൂർ ലോക്കൽ സെക്രട്ടറി CP അശോകൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എല്ലാ കടകൾക്കും തുറക്കാൻ അനുമതി ആവശ്യപ്പെട്ട ചൊവ്വാഴ്ച കടകൾ അടച്ച് സമരം ചെയ്യും. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയാണ് കടയടച്ച് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കളക്ടറേറ്റ് മുന്നിൽ ഉപവാസ സമരവും സംഘടിപ്പിക്കും. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി എല്ലാ വ്യാപാര സ്ഥാപനങ്ങൾക്കും തുറന്നു പ്രവർത്തിക്കുവാനുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ജൂലൈ 6 ചൊവ്വാഴ്ച കടയടപ്പ് സമരം നടത്തുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് സമരം ആഹ്വാനം ചെയ്തിട്ടുള്ളത്. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കളക്ടറേറ്റുകൾക്ക് മുന്നിൽ ജില്ലാ ഭാരവാഹികൾ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണി വരെ ഉപവാസ സമരം സംഘടിപ്പിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ മുഴുവൻ കടകളും അടച്ചുകൊണ്ട് പണിമുടക്കുകയാണ്. കേരള സർക്കാർ ഏർപ്പെടുത്തിയ കോവിഡ് മാനദണ്ഡങ്ങൾ വ്യാപാരികൾക്ക് കടകൾ തുറക്കാൻ പറ്റാത്ത സാഹചര്യം വന്നിരിക്കുന്നു. TPR-ൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡ് തിരിച്ചുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു കച്ചവടക്കാർക്കും തുറക്കാൻ പറ്റാത്ത അവസ്ഥ ഓരോ പ്രദേശങ്ങളിൽ വന്നതുകൊണ്ട് കൂടുതൽ സ്ഥാപനങ്ങൾ അടഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഇതിന് മാറ്റം വരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളമൊട്ടാകമുള്ള വ്യാപാര സ്ഥാപനം അടച്ചുകൊണ്ട് ഇതേപോലെ ഓരോ സ്ഥലങ്ങളിലെയും ഗവൺമെൻറ് ഓഫീസുകൾക്ക് മുമ്പിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപവാസ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. യൂണിറ്റ് തലത്തിൽ അംഗങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പൽ ഓഫീസുകൾക്ക് മുന്നിലും ഉപവാസം നടത്തും. കുത്തകകളെയും ഓൺലൈൻ വ്യാപാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ ചെറുകിട വ്യാപാരികളെ കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് വ്യാപാരികൾ കുറ്റപ്പെടുത്തി. ലോക്ക്ഡൌൺ പിൻവലിച്ചിട്ടും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന സർക്കാർ നിയന്ത്രണത്തിനെതിരെയാണ് സമരമെന്ന് നേതാക്കൾ പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി M കുഞ്ഞു മുഹമ്മദ്, ട്രഷറർ നൌഷാദ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. നിർമ്മൽ ചന്ദ്രന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. തിരൂരിൽ സഹലി സംഗീത് ഉദ്ഘാടനം ചെയ്തു.
ആത്മഹത്യ ചെയ്ത നിർമ്മൽ ചന്ദ്രന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുക, മാനദണ്ഡങ്ങൾ പ്രകാരം പൊതുപരിപാടികൾ നടത്താൻ അനുമതി നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ കേരളയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. തിരൂരിൽ സാലിഹ് സംഗീത് ഉദ്ഘാടനം ചെയ്തു. ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പാവപ്പെട്ട കലാകാരന്മാർക്കും പാട്ടുകാർക്കും അടക്കം നാടക കലാകാരന്മാർക്കടക്കം ജീവിക്കാനുള്ള അവസരമുണ്ടാവും. അതിന് അടിയന്തരമായി സർക്കാർ താഴെത്തട്ടിൽ വികാരം മാനിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് LSFBK ആവശ്യപ്പെടുന്നത്. ഇതൊരു സൂചനാ സമരമാണ്. ഈ സമരത്തിലെങ്കിലും സർക്കാർ കണ്ണു തുറന്ന് ഞങ്ങളോട് അനുഭാവപൂർണ്ണമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾക്ക് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആത്മഹത്യക്ക് വേണ്ടിയുള്ള ഒരുക്കം നടത്തേണ്ടി വരുമെന്നാണ് ഈ അവസരത്തിൽ പ്രിയപ്പെട്ട അധികാരിയോട് പറയാനുള്ളത്. ജില്ലാ പ്രസിഡന്റ് കവിത ഹുസൈൻ അധ്യക്ഷനായിരുന്നു. ആബിദ് സംഗീത്, അസ്ലം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മേഖലയിലെ മുനിസിപ്പൽ പഞ്ചായത്ത് ഭാരവാഹികൾക്ക് നിവേദനവും നൽകി. വൈലത്തൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യനങ്ങാടിയിൽ പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ പ്രസിഡന്റ് കവിത ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിലുള്ള ഒരു സുഹൃത്ത് ആത്മഹത്യ ചെയ്തു. ഞങ്ങളൊക്കെ ഈ സർക്കാർ ഞങ്ങളോട് ചെറിയൊരു കനിവ് കനിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളൊക്കെ ആത്മഹത്യയുടെ വക്കിലാണ്. ഞങ്ങളുടെ തൊഴിലാളികളായാലും ശരി, ഇതിൻ്റെ ഓണർമാരായാലും ശരി, രണ്ട് അറ്റം പൊട്ടിക്കാൻ പെടുന്ന പാട് എല്ലാവരെ പോലെയും നിങ്ങൾക്കറിയുന്നതാണല്ലോ. സാധനങ്ങളാണെങ്കിൽ തുരുമ്പിച്ച് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ വേറെ, ലോൺ എടുത്തവർക്ക് ലോൺ അടയ്ക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ വേറെ, വാഹനങ്ങളുടെ ലോണ്, വാഹനങ്ങൾ നിർത്തിയിട്ടതിൻ്റെ പേരിൽ അത് ബാറ്ററി മുഴുവൻ കേടുന്ന് അത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വേറെ. മേഖലാ പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് VK അധ്യക്ഷനായിരുന്നു. സിദ്ദിഖ് പൊന്മുണ്ടം, സാലിഹ് സംഗീത്, യാഹുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മേഖലയിലെ പഞ്ചായത്ത് ഭാരവാഹികൾക്ക് നിവേദനവും നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ KSHOയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച ധർണാ സമരം സംഘടിപ്പിക്കും. ജില്ലയിലെ 31 കേന്ദ്രങ്ങളിൽ സമരം നടക്കുമെന്ന് ഭാരവാഹികൾ തിരൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വിവാഹം നടത്താൻ അനുമതി നൽകുക, തൊഴിലാളികളുടെ വാഹനങ്ങൾക്ക് നികുതി ഇളവും വായ്പകൾക്ക് മൊറട്ടോറിയവും പ്രഖ്യാപിക്കുക, 10 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ അനുവദിക്കുക, അവശ്യ സർവീസായി പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ വിവിധ കേന്ദ്രങ്ങളിൽ ബുധനാഴ്ച ധർണാ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 20 മാസത്തോളമായി ഈ മേഖല അടച്ചുപൂട്ടിയ നിലയിലാണ്. ഈ രണ്ടാം തരംഗത്തിന് മുന്നോടിയായി അല്പം ചില വിട്ടുവീഴ്ചകളോടുകൂടിയ ഫംഗ്ഷൻ നടത്തിയെങ്കിലും വീണ്ടും പരിപൂർണമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഏകദേശം ഇപ്പോൾ ഈ പീരീഡിൽ മാത്രം 12ഓളം തൊഴിലാളികളും തൊഴിലുടമകളും ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ജില്ലയിലെ 31 കേന്ദ്രങ്ങളിൽ സമരം സംഘടിപ്പിക്കും. തിരൂർ താന്നാളൂർ യൂണിറ്റുകൾ സംയുക്തമായി തിരൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിക്കുന്ന ധർണ ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്യും. ഞങ്ങൾക്ക് അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത് ഈ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 100 അതിലധികം ആളുകൾ ഉൾക്കൊണ്ട് ചെറിയ രീതിയിലെങ്കിലും കല്യാണം പോലുള്ള പരിപാടികൾ, അതുപോലെ തന്നെ ഫംഗ്ഷനുകൾ, ഉത്സവങ്ങൾ, അതിന് അനുമതി നൽകുക. അതുപോലെ തന്നെ കോവിഡ് മാനദണ്ഡം പാലിച്ച് വാക്സിനേഷൻ എടുത്ത ആളുകളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കല്യാണം പോലുള്ള പരിപാടികൾ നടത്താനുള്ള അനുമതി നൽകുക. വാർത്താസമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി V അബ്ദുറഹ്മാൻ, സെക്രട്ടറിമാരായ നാസർ താനൂർ, അഷ്റഫ് മംഗലം, തിരു യൂണിറ്റ് സെക്രട്ടറി നാസർ അലി തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു ഇടവേള. വാർത്തകളിൽ തുടർന്നു. സംസ്ഥാനത്ത് 837 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 80,134 സാമ്പിളുകളാണ് പരിശോധിച്ചത്. DPR 10.3%. സംസ്ഥാനത്ത് പ്രതിദിനം പരിശോധിക്കുന്ന കോവിഡ് പരിശോധനകളുടെ എണ്ണവും പ്രതിദിന രോഗികളുടെ എണ്ണവും കുറഞ്ഞു. 837 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തൃശൂരിൽ 922 പേർക്കും പാലക്കാട്ട് 902 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. 138 രോഗികളുള്ള വയനാടും 168 രോഗികളുള്ള
ഇടുക്കിയിലുമാണ് ഏറ്റവും കുറവ് രോഗികളുള്ളത്. 24 മണിക്കൂറിനിടെ 80,134 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.03%. 102 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ച് ആകെ മരണസംഖ്യ 13,818 ആയി. 7,361 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 15 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്നെത്തിയവരാണ്. 624 പേരുടെ ഉറവിടം വ്യക്തമല്ല. 37 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 11,346 പേർ രോഗമുക്തരായി. 1,626 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. 28,66,806 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 3,94,627 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 1,869 പേരെ പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം ജില്ലയിൽ 894 പേർക്ക് രോഗം ബാധിച്ചു. സമ്പർക്കത്തിലൂടെ 862 പേർ രോഗികളായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.18%. 1,188 പേർ രോഗമുക്തരായി. ജില്ലയിൽ ഇതുവരെ 1,217 പേരാണ് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. മലപ്പുറത്ത് 894 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 862 പേർക്കും നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും 31 പേർക്ക് ഉറവിടമറിയാതെയും രോഗബാധയുണ്ടായി. ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ ഒരാൾക്കും രോഗം സ്ഥിരീകരിച്ചു. 11.18% തിങ്കളാഴ്ചത്തെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 1,188 പേർ രോഗമുക്തരായതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 3,28,530 ആയി. 37,779 പേരാണ് ജില്ലയിൽ നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 13,708 പേർ വിവിധ കേന്ദ്രങ്ങളിലായി ചികിത്സയിൽ കഴിയുന്നു. കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 582 പേരും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 274 പേരും സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 140 പേരും ചികിത്സയിലുണ്ട്. ഡൊമിസിലിയറി കെയർ സെന്ററുകളിൽ 419 പേരും ശേഷിക്കുന്നവർ വീടുകളിലായും നിരീക്ഷണത്തിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ 1,217 പേരാണ് കോവിഡ് ബാധിച്ചു മരിച്ചത്. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ 103-ാം ജന്മദിനത്തിൽ തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും നഗരസഭാ വൈസ് ചെയർമാനുമായ പി രാമൻകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ 103-ാം ജന്മദിനത്തിൽ തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് ജനാധിപത്യ ചേരിക്കും ചെയ്ത സംഭാവനകൾ ഒരു കാലത്തും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് പോകാതെ എന്നും മനുഷ്യ മനസ്സിനെ കാത്തുസൂക്ഷിക്കുന്ന, എല്ലാവരും ആ സേവനത്തെയും ആ ഭരണ നൈപുണ്യത്തെയും പ്രകീർത്തിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. മണ്ഡലം പ്രസിഡന്റ് യാസർ പയ്യോട് അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് രതീഷ് കൃഷ്ണ, സി വി വിമൽകുമാർ, നൌഷാദ് പരന്നേക്കാട്, ഷറഫുദ്ദീൻ കണ്ടാത്തിൽ, നാസർ പൊറൂർ, സമീർ ബാബു, മണികണ്ഠൻ ഏഴൂർ, ബാബു കിഴക്കാത്ത്, ഷിജിൻ എണ്ണയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗാന്ധി ദർശൻ സമിതി തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ കെ കരുണാകരന്റെ ജന്മദിനം സമുചിതമായി ആചരിച്ചു. രാജീവ് ഗാന്ധി സോഷ്യൽ വെൽഫെയർ ഫോറം സംസ്ഥാന ചെയർമാൻ ടി.ജി. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ജീവിത സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും ശ്രദ്ധ പിടിച്ചുപറ്റിയ അപൂർവം വ്യക്തികളിൽ ഒരാളായിരുന്നു കെ കരുണാകരനെന്ന് ടി.ജി. സുരേഷ് പറഞ്ഞു. നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചോളം, ഇന്ത്യയെ സംബന്ധിച്ചോളം ഈ ധീരമായ നേതാവിന്റെ അസാന്നിധ്യം ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചോളം തീരാനഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ജീവിത സാന്നിധ്യത്തിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഈ പ്രസ്ഥാനം ഏതെല്ലാം ഘട്ടങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കടന്നുപോയിട്ടുണ്ടോ ആ സമയങ്ങളിലെല്ലാം ഈ പ്രസ്ഥാനത്തിന് താങ്ങും തണലുമായി നിന്ന് ജീവിത സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും ജനശ്രദ്ധ പഠിച്ച ഈ ധീര നേതാവ് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷബീർ നെല്ലിയാളി അധ്യക്ഷനായിരുന്നു. UDF താനൂർ നിയോജക മണ്ഡലം ചെയർമാൻ രത്നാകരൻ, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അരുൺ ചമ്പ്ര, ജില്ലാ പ്രവാസി UAE കോർഡിനേറ്റർ മുബാറക് കൊടപ്പനകൽ, യൂത്ത് കോൺഗ്രസ് തിരൂർ മണ്ഡലം പ്രസിഡന്റ് റിഷാദ് വെളിയമ്പാട്ട, മണ്ഡലം സെക്രട്ടറി യൂസഫ് തറമൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. കോവിഡ് മഹാമാരിയിൽ അകപ്പെട്ട് പൂവിപണിയും. മുല്ലപ്പൂ കച്ചവടക്കാർക്ക് പറയാനുള്ളത് വാടിക്കരിഞ്ഞ ജീവിതകഥ. പ്രതിസന്ധികൾ മാറി ഒരു പൂക്കാലം വരുമെന്ന പ്രതീക്ഷയിൽ കഴിയുകയാണിവർ. ദിവസേന 30 കിലോ വരെ പൂക്കച്ചവടം നടത്തിയിരുന്ന ലക്ഷ്മിക്കും മഹേശ്വരിക്കും പറയാനുള്ളത് കോവിഡ് പ്രതിസന്ധിയിലെ വാടിക്കരിഞ്ഞ പൂക്കച്ചവടത്തിന്റെ കഥയാണ്. പുലർച്ചെ 4 മണിയോടെ പൂക്കൊട്ടയുമായി തിരു ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തുന്ന തമിഴ്നാട് സ്വദേശികളായ ലക്ഷ്മിയും മഹേശ്വരിയും ഇന്ന് വറുതിയിലാണ്. 2 കിലോ പൂ പോലും കച്ചവടം നടത്താൻ കഴിയുന്നില്ല. 30-ലധികം കിലോ വരെ പൂക്കച്ചവടം നടത്തിയിരുന്നു. 7,000 മുതൽ 10,000 രൂപയ്ക്ക് വരെ കച്ചവടം നടന്നിരുന്നു. 10ഓളം കച്ചവടക്കാരും അന്നുണ്ടായിരുന്നു. കോവിഡ് വന്നതോടെ പുറത്തിറങ്ങാൻ പോലും കഴിയാതെ വന്നു. ഇളവുകൾ വന്നതോടെ 2 ആഴ്ചയായി കച്ചവടത്തിനിറങ്ങിയെങ്കിലും കാര്യമായ നേട്ടമൊന്നുമില്ല.
പൂവിന് ആവശ്യക്കാരില്ലാതായി. കടം വാങ്ങിയാണ് മൊത്തക്കച്ചവടക്കാരിൽ നിന്നും പൂവ് വിൽപ്പനയ്ക്കായി എത്തിക്കുന്നത്. പല ദിവസങ്ങളിലും മിച്ചം വരുന്ന പൂകൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് പതിവ്. ശരാശരി 100 രൂപയ്ക്ക് പോലും കച്ചവടമില്ല. ഭക്ഷണത്തിനും താമസിക്കുന്ന വീടിന്റെ വാടക കൊടുക്കാനും കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്. ലോക്ക്ഡൗണായിട്ട് 2 ആഴ്ചയായി, തീരെ കച്ചവടമില്ല. ഒറ്റ മോശമാണ്. വരണ പൂ അങ്ങനെ നഷ്ടമാവുന്നുള്ളൂ. കല്യാണം തീരെയില്ലായിട്ട് ആൾക്കാരും വരുന്നില്ല. ഇപ്പോൾ 7000 രൂപയ്ക്ക് 8000 രൂപയ്ക്ക് പൂ വന്നാൽ അത് വിൽക്കാനും ബുദ്ധിമുട്ടുണ്ട്. ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഈ ലോക്ക്ഡൗൺ ആയ ശേഷം നമുക്ക് പറ്റ കുറവാണ്, മോശമാണ്. കച്ചവടം തീരെ ഇല്ല. വന്നാൽ നമ്മൾ 200 രൂപേൻ്റെ പൂ 100 രൂപയ്ക്ക് ചോദിക്കും. ആദ്യ പകുതി നഷ്ടമാണ്. കോട്ടൺ വിചാരിച്ച് നഷ്ടമായാലും കുറച്ചുണ്ടെങ്കിൽ നഷ്ടമായാലും കോട്ടൺ വിചാരിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 10 രൂപയ്ക്ക് 4 മണിക്ക് വന്നതാണ് പുലർച്ചെ. തീരെ കഴിഞ്ഞിട്ടും കൂടി ആയിട്ടില്ല. അത്രയും മോശമായിട്ടാണ് പോകുന്നത്. കച്ചവടം ഇന്നലെ ഇന്നും തീരെ ഇല്ലായിട്ടാണ്. ഏതെങ്കിലും പട്ടിണി കിടക്കാനിട്ട് പോന്നിട്ട് 1 കിലോ 2 കിലോ എടുக்கிறപ്പോൾ അത് തീരെ കച്ചവടം ഇല്ല. ഇന്നലെയും കൊണ്ടുവന്ന് കൈനട്ടം കൂടി ആയിട്ടില്ല, ഇന്നും കൊണ്ടുവന്ന് കൈനട്ടായിട്ടില്ല. കൊണ്ടുവന്ന് വെറുതെ നഷ്ടപ്പെട്ട് കട വാങ്ങിയിട്ട് വിൽക്കണുള്ളൂ. വാടകയും കൂടി കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇപ്പോൾ 4 മണിക്ക് പേച്ചയ്ക്ക് 4 മണിക്ക് വന്നത് ഇതുവരെ 1 രൂപയുടെ കൈനട്ടായിട്ടില്ല. ആൾക്കാർ തീരെ പറഞ്ഞില്ലല്ലോ. ഞായറാഴ്ചയും ബാക്കിയുള്ള ദിവസങ്ങളും കൂടി ഏതോ തട്ടിമുട്ടി പോകും. ഈ 2 ദിവസം തീരെ ഒരു ഇതില്ല. ഇനി കൊണ്ടുവന്ന 6000 രൂപയ്ക്കുള്ള സാധനം അച്ചലക്കുണ്ട് 2 ദിവസം. ഈ പൂ കൊണ്ടുവന്നിട്ട് 3 ദിവസമായി. കൊണ്ടുപോയിട്ട് ഐസ് 30 രൂപയ്ക്ക് ഐസ് വാങ്ങാൻ കൊണ്ട് ഇവിടെ ഐസ് വാങ്ങാൻ ഇടാൻ ഇങ്ങനെ നിൽക്കണം. ഇനി ഇതോടെ ഇന്ന് കച്ചവടം ഇത് കൊണ്ട് വിളിച്ചേ വേണ്ടി തോന്നും. ഇനിയുള്ള നാളുകളിലെങ്കിലും ജീവിതത്തിൽ പൂക്കാലം വരുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. തലക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം CP വേലായുധന്റെ ഓഫീസിന്റെയും CH ലൈബ്രറിയുടെയും ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ MLA നിർവഹിച്ചു. സേവന മേഖലയിൽ മാതൃകാ പ്രവർത്തനം നടത്തിയ പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. തലക്കാട് ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡ് മെമ്പർ CP വേലായുധന്റെ ഓഫീസിന്റെയും CH ലൈബ്രറിയുടെയും ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ MLA നിർവഹിച്ചു. വളരെ സന്തോഷകരമായ ഒരു രംഗത്താണ് നമ്മൾ CH പേരിൽ ഒരു വായനാ മുറിയും ഒപ്പം തന്നെ മെമ്പറുടെ ഒരു സേവന കേന്ദ്രം ഈ കവലയിൽ ഇവിടെ വെച്ചപ്പോൾ സന്നദ്ധ സേവന മേഖലയിൽ മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ച പ്രവർത്തകരെ ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ CP വേലായുധൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ എടശ്ശേരി, ഷിഹാബ് തങ്ങൾ ചാരിറ്റി ചെയർമാൻ ഫൈസൽ ബാബു, തലക്കാട് പഞ്ചായത്ത് അംഗങ്ങളായ ഷെരീഫ ബി, കുഞ്ഞുമൊയ്തീൻ, മൊയ്തീൻ എന്ന ഉണ്ണി, ഹമീദ് ടി, അസ്മാബി കോട്ടത്തറ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സുലൈമാൻ മുസ്ലിയാർ, ലത്തീഫ് കൊളക്കാടൻ, PP ലായിക്ക്, ഗഫൂർ മാസ്റ്റർ, സൈനുദ്ദീൻ, ബഷീർ, മൻസൂർ, കുഞ്ഞാമുട്ടി, ബഷീർ, ഫൈസൽ ബാബു, മുബാറക്ക്, ബാബത്തങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. മാങ്ങാട്ടിൽ പരേതനായ മാരാത്ത് കോരുവിന്റെ ഭാര്യ അമ്മാളു നിര്യാതയായി. 90 വയസ്സായിരുന്നു. കുഞ്ഞുമോൻ, രാജൻ, ശിവദാസൻ, ലീല എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലത്തൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മോഷണം. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് മോഷണം നടന്നത്. മോഷ്ടാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. ലീഗിൽ ചേർന്ന അഡ്വക്കേറ്റ് PP റൌഫ് നീതി പുലർത്തിയില്ലെന്ന് CPM. സംസ്ഥാനത്ത് പ്രതിദിന പരിശോധനയിലും രോഗികളുടെ എണ്ണവും കുറഞ്ഞു. 8037 പേർക്ക് രോഗബാധ. പരിശോധിച്ചത് 80,134 സാമ്പിളുകൾ. DPR 10.3%. 102 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. 11,346 പേർ രോഗമുക്തരായി. മലപ്പുറം ജില്ലയിൽ 894 പേർക്ക് രോഗബാധ. DPR 11.18%. 1188 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 1217. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.